പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാ തവണത്തെയും പോലെ നമുക്കുണ്ടാകും എന്നുറപ്പാണ്. ഓരോ തവണയും ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം രൂപപ്പെടുത്താറുണ്ട്. ഇത്തവണ നമ്മൾ എല്ലാ തവണത്തെയും പോലെ പ്രതീക്ഷിക്കുന്നത് കുറെ കൂടി ശാന്തവും സംഘർഷഭരിതമല്ലാത്തതുമായ ഒരാവാസത്തിലേക്ക് നാം നയിക്കപ്പെടണം എന്ന് തന്നെയാവും. പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിത വ്യാപാരങ്ങളിൽ നാം ഏർപ്പെട്ടു പോകുന്ന ചെറുതും വലുതുമായ നിരവധി സംഘർഷ മുഹൂർത്തങ്ങളുണ്ട്. അത്തരം പ്രതിസന്ധികളെ അതിജീവിക്കണമെന്നും ഈ വർഷം അങ്ങനെയുണ്ടാവുന്ന പരീക്ഷകളൊക്കെ കുറവായിരിക്കണമെന്നുമൊക്കെയുള്ള ആഗ്രഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമുദായ ജീവിതത്തിലുമൊക്കെ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ അപഗ്രഥിക്കുന്ന മാത്രകളിലൊക്കെ വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങൾ വെച്ചാണ് നാം നമ്മെ തന്നെ വിലയിരുത്താറുള്ളത്. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിൽ തിരുവെഴുത്തിൽ നിന്ന് നീതിമാനും ധാർമ്മികനുമെന്ന വിശേഷണപദം ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വളരെ സാധാരണമായ പരിമിതമായ സാഹചര്യങ്ങളിൽ തികച്ചും അസാധാരണമായ വിധത്തിൽ പ്രതികരിച്ചിട്ടുള്ള ആ മനുഷ്യനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതൊരു പക്ഷേ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി വെളിച്ചമുള്ളതാക്കി തീർക്കാൻ ഇടയാവും എന്നുറപ്പാണ്. ആ മനുഷ്യൻ മറ്റാരുമല്ല, തിരുപ്പിറവിയുടെ പരിസരങ്ങളിൽ നാം ധ്യാനിച്ചു പോകുന്ന പല ആളുകളിൽ ഒരാളായ നീതിമാനായ ജോസഫാണ്. ജോസഫ് എന്ന ധാർമ്മികനായ പുരുഷൻ ക്രിസ്തുവിൻ്റെ പിറവിയുടെ പശ്ചാത്തലത്തിലും ക്രിസ്തുവിൻ്റെ വളർച്ചയുടെ പരിസരങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും അദ്ദേഹം പുലർത്തിയ മനോഭാവങ്ങളും ഒരുപക്ഷെ ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ സഹവാസത്തിന് കുറെ കൂടി വ്യക്തമായ ധാരണകളെ സമ്മാനിക്കുന്നതാവും. വളരെ വൈകാരികമായി ഇടപെടേണ്ട ഒരു സന്ദർഭത്തിൽ വളരെ കുലീനമായ മൗനം കൊണ്ട് ആ വൈകാരിക പ്രക്ഷുബ്ധതകളെ അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചസ്ഥായികളിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മനുഷ്യനാണ് ജോസഫ്. നമുക്കറിവുള്ളതുപോലെ അയാൾക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടിയാണ് മറിയം. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടി വിവാഹത്തിന് മുൻപ് തന്നെ ഗർഭിണിയായി എന്നുള്ള വൃത്താന്തം അയാൾ കേൾക്കേണ്ടി വരുന്നു. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് യാതൊരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്ത വിധത്തിലുള്ള ഒരു വർത്തമാനമാണ് അയാൾ ശ്രവിക്കുന്നത്. അവളെ ഗൂഢമായി ഉപേക്ഷിക്കാനും അവൾക്ക് അപമാനം വരാതിരിക്കാനും അയാൾ ആഗ്രഹിക്കുന്നു. വളരെ അവധാനതയോടുകൂടിയാണ് അയാൾ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ
ശ്രദ്ധാപൂർവം ഒന്ന് വീക്ഷിക്കണം. പലപ്പോഴും വളരെ വൈകാരികമായും വിവേകശൂന്യവുമായിട്ടാണ് മനുഷ്യരോടൊപ്പമുള്ള സഹവാസത്തിൽ, അത് കുടുംബങ്ങളിലും ദേവാലയങ്ങളിലും പൊതുസമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് മനുഷ്യരിൽ ഏറെപ്പേരും പ്രതികരിക്കുന്നത്. ഇങ്ങനെയുള്ള വൈകാരിക ഉന്മാദങ്ങളിലാണ് ആത്യന്തികമായി നമ്മുടെ അന്തരീക്ഷത്തെ ഇത്രമേൽ സംഘർഷഭരിതമാക്കിക്കൊണ്ടിരിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ സമീപകാലത്ത് മരിച്ചുപോയ ഒരു കഥാകൃത്താണ് അഷിത. അവളുടെ ബാല്യകൗമാരങ്ങളിൽ തീവ്രമായ മനോവിഷമങ്ങളിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയായിട്ടാണ് തൻ്റെ ആത്മകഥാഭാഷണത്തിൽ അഷിത സംസാരിച്ചിട്ടുള്ളത്. അഷിതയുടെ ഒരു ചെറുകഥയുണ്ട്. അതിൻ്റെ പേര് പൊരുൾ എന്നാണ്. ആ കഥയിലെ സന്ദർഭം ഇങ്ങനെയാണ്. ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് കഥാസന്ദർഭം. പെണ്ണ് കാണാൻ വന്ന ആളുകളെല്ലാവരും വീട്ടിലെത്തി സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ കാരണവന്മാരിൽ ഒരാൾ പറയുന്നു, ഇനി ചെറുക്കന് പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഇത് കേട്ട മാത്രയിൽ തന്നെ ചെറുക്കൻ പെൺകുട്ടി ഇരിക്കുന്ന മുറിയിലേക്ക് പ്രവേശിക്കുന്നു. വളരെ സംഭ്രമത്തോടു കൂടിയാണ് ഈ പെൺകുട്ടി ഇരിക്കുന്ന മുറിയിലേക്ക് ഇയാൾ പ്രവേശിക്കുന്നത്. കഥാകാരി ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വളരെ പരിഭ്രമത്തോടുകൂടി പെൺകുട്ടിയിരിക്കുന്ന മുറിയിലേക്ക് ഇയാൾ പ്രവേശിക്കുമ്പോൾ അയാളോടൊപ്പം ഒരു വേട്ടോൻ കൂടി, ഒരു വണ്ട് കൂടി മൂളിപ്പറന്ന് ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. ആ വണ്ട് 2-3 വട്ടം മുറിക്കകത്തുകൂടി ഇങ്ങനെ വട്ടമിട്ട് പറന്നു കഴിയുമ്പോൾ താൻ ഏത് വാതിൽക്കൽ കൂടിയാണ് കടന്നു വന്നത് എന്നറിയാൻ പാടില്ലാതെ അതീ മുറിക്കുള്ളിൽ തന്നെ വീണ്ടും പറന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആ മുറിയിലേക്ക് പ്രവേശിച്ചിട്ട് പെൺകുട്ടിയോട് പറയുന്നു, എന്താണ് ഈ സന്ദർഭത്തിൽ പറയേണ്ടത് എന്നെനിക്കറിയില്ല. അയാളുടെ വാക്ക് കേട്ട ഉടനെ ആ പെൺകുട്ടി മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇതുതന്നെയാണ് സകല മാനവരാശിയുടെയും പ്രശ്നം. അയാൾ വലിയ ആശ്ചര്യത്തോടെ ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി. പെണ്ണ് കാണാൻ വരുമ്പോൾ ഇത്രയും വലിയ തത്വചിന്ത പറയുന്ന പെൺകുട്ടിയെ എങ്ങനെ വിവാഹം ചെയ്തുകൊണ്ട് പോകും എന്നുള്ള ഒരു ആശ്ചര്യം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഇയാളുടെ വിസ്മയകരമായ നോട്ടത്തിനോട് അവൾ വീണ്ടും പ്രതികരിച്ചു. അവൾ വീണ്ടും പറയുകയാണ്, ഇതുതന്നെയാണ് സകല മാനവരാശിയുടെയും പ്രശ്നം. ഇതാ നോക്കൂ, നിങ്ങളിപ്പോൾ ഈ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങളോടൊപ്പം ഒരു വേട്ടവൻ കൂടി ഈ മുറിയിലേക്ക് പ്രവേശിച്ചു. അതിങ്ങനെ ഈ മുറിക്കുള്ളിൽ വട്ടമിട്ട് പറക്കുകയും ഒടുവിൽ താൻ ഏത് വാതിൽ കൂടിയാണ് കയറി വന്നത് എന്നും തനിക്കതിൽ കൂടി തന്നെ ഇറങ്ങിപ്പോകാമെന്നും തിരിച്ചറിയാനാവാതെ ഈ സന്ദർഭത്തിനുള്ളിൽ അതിങ്ങനെ വട്ടമിട്ട് പറന്ന് തൻ്റെ ജീവിതം തീർക്കുകയാണ്. ഇതുതന്നെയാണ് സകല മാനവരാശിയുടെയും പ്രശ്നം. ഇത്രയും കേട്ടപ്പോൾ ആ ചെറുക്കന് ദേഷ്യം വന്നു. അവൻ ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ? അവൾ വീണ്ടും പറഞ്ഞു, ഇതാ നോക്കൂ, നിങ്ങളിപ്പോൾ എത്ര പെട്ടെന്നാണ് ദേഷ്യത്തിലേക്ക് കയറിപ്പോയത്. ഇനി ഈ ദേഷ്യത്തിൽ നിന്ന് നിങ്ങളൊന്ന് ഇറങ്ങി വരണമെങ്കിൽ എൻ്റെ എത്ര വട്ടത്തെ മാപ്പപേക്ഷയും അനുനയവും ഒക്കെ വേണ്ടിവരും.
ഇതുതന്നെയാണ് സകല മാനവരാശിയുടെയും പ്രശ്നം. കാമത്തിലേക്ക്, കർമ്മത്തിലേക്ക്, ലോഭത്തിലേക്ക്, നിഗളത്തിലേക്ക്, മത്സരത്തിലേക്ക്, നിരാശയിലേക്ക്, ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത വൈകാരിക അവസ്ഥകളുടെയും ഉച്ചസ്ഥായിയിലേക്ക് കയറിപ്പാർക്കുകയും അതിൻ്റെ മൂർധന്യതയിൽ കിടന്ന് പരസ്പരം പോരടിച്ച് തീരുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുക, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ സംഭവിക്കുക, നമ്മുടെ സമൂഹ ബന്ധങ്ങളിലും സംഭവിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ള വൈകാരിക ഉന്മാദങ്ങളുടെ കോമരം തുള്ളലുകളാണ്. ഇവിടെയാണ് ജോസഫ് എന്ന പുരുഷൻ അയാൾ അഭിമുഖീകരിക്കുന്ന അത്രമേൽ നിർണായകമായ ഒരു പ്രശ്നത്തെ എത്രയോ വിവേകപൂർണമാണ് അയാൾ അഭിസംബോധന ചെയ്യുന്നത്. ഇതാണ് നമുക്കുള്ള പാഠം. വളരെ അവധാനതയോടെ, ഇത്തിരി സാവകാശത്തോടെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുക. സുധാമൂർത്തിയുടെ ഒരു പുസ്തകം, മുത്തശ്ശി എന്നെ വായിക്കാൻ പഠിപ്പിച്ചതും മറ്റ് ചില കഥകളും. ഒരു വട്ടം സുധാമൂർത്തി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളോട് വലിയ ടെൻഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് അവരുടെ ക്ലാസ് മുന്നോട്ട് പോകുക. അപ്പോഴാണ് ഒരു കുഞ്ഞ് ചോദിക്കുന്നത്, ടീച്ചറെ, വലിയ ടെൻഷൻ വന്നാൽ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ആ ടെൻഷൻ മുഴുവൻ നമ്മളെ വിഴുങ്ങി തീർക്കുകയാണ്, നമ്മുടെ ആന്തരികതയെ മുഴുവൻ അത് നീറ്റുകയാണ്. വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്ന് അറിയാൻ പറ്റില്ലാത്ത വിധം അത് നമ്മളെ മൂടിക്കളയുകയാണ്. ടീച്ചർ മറുപടിയായിട്ട് പറഞ്ഞത് രാമായണത്തിലെ ഒരു ഏടാണ്. രാമരാവണ യുദ്ധം നടക്കുമ്പോൾ രാവണൻ്റെ മകൻ ഇന്ദ്രജിത്ത് ഒരമ്പ് ചെയ്ത് ലക്ഷ്മണൻ മഹാലസ്യപ്പെട്ട് വീഴുന്നു. അയാൾ ഏതാണ്ട് മരിച്ചതുപോലെയായി. രാമൻ യുദ്ധമൊക്കെ നിർത്തി. അവസാനം ഒരു ഉത്തരം കിട്ടി. മൃതസഞ്ജീവനി എന്ന് പറയുന്ന മരുന്ന് കിട്ടിയാൽ ലക്ഷ്മണൻ എഴുന്നേക്കും. അത് മൈനാക പർവ്വതത്തിലാണുള്ളത്. അതാര് പോയി കൊണ്ടുവരും? അവസാനം ഹനുമാൻ ആ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ഹനുമാൻ ഒരു ചാട്ടം ചാടി മൈനാക പർവ്വതത്തിലൊക്കെ എത്തി. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് വലിയൊരു പ്രശ്നം. ഇയാൾക്ക് മൃതസഞ്ജീവനി എന്ന് പറയുന്ന മരുന്നുള്ള ചെടി ഏതാണെന്നറിയില്ല. ആയുർവേദം പഠിച്ചിട്ടില്ലല്ലോ. അയാളുടെ മുമ്പിൽ ഒരു മല പോലെ പ്രശ്നം നിൽക്കുകയാണ്. അയാളുടെ മുമ്പിൽ ഒരു മല പോലെ പ്രശ്നം നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് മരുന്നുമായിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ ലക്ഷ്മണൻ മരിക്കും, രാമൻ ഇയാളെ കൊല്ലും. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം, ഭീകരമായ ഒരു മല പോലെ നിൽക്കുമ്പോൾ ഇയാൾ എന്താ ചെയ്തത്? അയാൾക്കൊരു കഴിവുണ്ടായിരുന്നു എന്നല്ലേ പറയുക. സ്വയം ചെറുതാവാനും സ്വയം വലുതാവാനും കഴിവുണ്ടായിരുന്നു. അയാൾ എന്താ ചെയ്യുന്നത്? അയാളുടെ മുമ്പിൽ മല പോലെ പ്രശ്നം നിൽക്കുമ്പോൾ അയാൾ മലയെക്കാളങ്ങ് വലുതായി. അപ്പോൾ പ്രശ്നം എന്തായി? പ്രശ്നം ചെറുതായി. എന്നിട്ട് അയാൾ ഇങ്ങനെ വെറുതെ ഒരു കൈ കൊണ്ടത് കോരിയെടുത്ത് തിരിച്ചു വരികയാണ്. ആ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്തിരി പോകുന്ന ഒരു പ്രശ്നമായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ, അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലൊക്കെ, സഹോദരങ്ങൾ തമ്മിലൊക്കെ എത്ര ചെറിയ പ്രശ്നമായിരിക്കും. ആ പൊളിച്ചു നോക്കുമ്പോൾ സവോള പൊളിക്കണ മാതിരിയായിരിക്കും. പക്ഷെ എന്നാൽ ആ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ഊതി 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 പെരുപ്പിച്ച് മല പോലെ അങ്ങ് വലുതാക്കുക. അപ്പം നമ്മളാരാവും? നമ്മൾ ചെറുതാവും. മനുഷ്യരെപ്പോൾ ചെറുതാവുന്നു അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വലുതാവുന്നത്.
മനുഷ്യരെപ്പോൾ വലുതാവുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ചെറുതാവും. ജോസഫ് എന്താ ചെയ്യുക? അയാളുടെ മുമ്പിൽ വലിയ മല പോലെ ഒരു പ്രശ്നമാണ്. കാരണം വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിയാണ്, ഗർഭിണിയായി എന്നൊക്കെ പറയുക. അയാളുടെ ഉറക്കം നഷ്ടപ്പെടേണ്ട കേസാണ്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ജോസഫ് വളരെ സമാധാനമായിട്ട് ഉറങ്ങി. അങ്ങനെ അയാൾക്ക് സ്വപ്നം കാണാൻ പറ്റുക അല്ലേ? ഇത്രയും വലിയ പ്രശ്നമൊക്കെ വന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇത്രയൊന്നും വേണ്ട, ചെറിയ ചെറിയ പ്രശ്നം വന്നാൽ തന്നെ നമ്മുടെ ഉറക്കം പോവാണ്. ജോസഫ് വളരെ സമാധാനമായിട്ട് ഉറങ്ങി. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, യഹോവ തൻ്റെ പ്രിയന് ഉറക്കം കൊടുക്കുന്നു എന്നാണ്. അയാൾ എന്തുമാത്രം ആന്തരിക സ്വച്ഛതയുള്ള മനുഷ്യനായിരിക്കണം. തൻ്റെ ആകുലത മുഴുവൻ ദൈവത്തെ ഭരമേൽപ്പിക്കുവാൻ തക്ക വിവേകമുള്ള മനുഷ്യനായിരിക്കണം. ഞാൻ കൂട്ടിയാൽ കൂടില്ല എന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ട് ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ആലോചന കഴിച്ച മനുഷ്യനാണ്. ശരിക്കും നമ്മുടെ കൊച്ചു മണവാളന്മാരും മണവാട്ടിമാരും ഒക്കെ സെപ്പറേഷനെ കുറിച്ചൊക്കെ പറയാറില്ലേ? ഇപ്പോൾ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ. ഇയാൾക്ക് ശരിക്കും എന്തെല്ലാം കാരണം ഇവിടെ പറയാനുണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ? ഇയാൾ അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം ജോസഫിനെ കുറിച്ച്. അയാൾക്ക് എത്രമാത്രം കാര്യങ്ങൾ വഴക്ക് പിടിക്കാനുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്, നീ എന്നെ ചതിച്ചതല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ കുട്ടികൾ തമ്മിലില്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ ചെറുതാണ്. അവൻ്റെ ഡ്രസ്സ് ശരിയായില്ല, ഇവൻ്റെ ഭാഷ ശരിയായില്ല, അമ്മായിച്ചൻ്റെ ഭാഷ ശരിയായില്ല, അമ്മായിയമ്മയുടെ വസ്ത്രധാരണം ശരിയായില്ല. ഇതിങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് ചിലപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വക്കീൽ നോട്ടീസ് വരെ അയക്കുക. ഇവിടെ അതിലും വലിയൊരു പ്രശ്നമായിട്ടാണ് ജോസഫ് നിൽക്കുക. എന്നിട്ട് അയാൾക്ക് ഉറക്കം പോകുന്നില്ല. അയാൾ വളരെ നിർമ്മമമായിട്ട് മുക്തമാനസനായിട്ട് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മുക്തമാനസത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുക? പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിൽ അതിൻ്റെ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു സുന്ദരമായ പദമുണ്ട്. നിസയിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസ്, അദ്ദേഹമാണ് ആ പദം പരാമർശിക്കുന്നത്. അപ്പാത്തിയ എന്നൊരു ഗ്രീക്ക് പദം. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പരിഭാഷപ്പെടുത്താം: ഡിസ്പാഷനേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആഗ്രഹങ്ങളില്ലാത്ത, കാമനകളില്ലാത്ത ഒരു മനസ്സ്, മുക്തമാനസം. ആ ഒരു ഉയർന്ന മാനസികാവസ്ഥയിൽ, ആ ഒരു ഉയർന്ന ബോധമണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഉദാത്തങ്ങളായ നിശ്ചയങ്ങൾ എടുക്കാൻ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടും. ഈ ഞാൻ, എൻ്റെ എന്നൊക്കെയുള്ള പദങ്ങളുണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ അതെല്ലാം. ആ വാക്കുകൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് തികച്ചും ഭൗതികമായ, ലൗകികമായ വസ്തുക്കളോടും സംഭവങ്ങളോടുമാണ് എന്ന് നമുക്കറിയാം അല്ലേ? ഞാൻ എന്നുള്ളത്, എൻ്റെ എന്നുള്ളതൊക്കെ. സഭാപിതാവായിരുന്ന സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം, സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് പറയുന്നു, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരാളിങ്ങനെ കയറി വരികയാണ്. നിങ്ങളുടെ ഗേറ്റ് കടന്ന് അയാൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അയാളോട് പറയുമോ, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ളത് നിങ്ങളുടെ ഓക്സിജനാണ്, നീ ശ്വസിക്കരുതെന്ന് പറയുമോ? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മുറിയിലിരിക്കുമ്പോൾ നിങ്ങളുടെ മുറിയുടെ ജനാലയൊന്ന് തുറക്കുന്നു. ആ തുറന്നു വെച്ച ജനാലയിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശം നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ, എൻ്റെ വീടാണ്, എൻ്റെ മുറിയാണ്, എൻ്റെ ജനാലയാണ്, അതുകൊണ്ട് അതിൽ കൂടി കടന്നു വരുന്ന സൂര്യപ്രകാശം എൻ്റേതാണ് എന്നെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതായത് നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ നൽവാഴ്വിന് നമ്മളെ സഹായിക്കുന്ന
വെളിച്ചം, ജലം, മണ്ണ്, വായു, ഇതിനെക്കുറിച്ചൊന്നും നമ്മളാരും വഴക്ക് പിടിക്കാൻ പോണില്ല. ഇപ്പോൾ നമ്മളെന്തിനാ സാധാരണ വഴക്ക് പിടിക്കുക? എൻ്റെ ബക്കറ്റ്, എൻ്റെ അതിര്, ഇല്ല, എന്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലേ. കൊച്ചു പിള്ളേർ എന്തിനാണ് വഴക്ക് പിടിക്കുന്നത്? എൻ്റെ പെൻസിൽ അവനെടുത്തു എന്ന് പറഞ്ഞിട്ടാണ്. കുറച്ചും കൂടെ വലിയ പിള്ളേർ, ടീനേജിലൊക്കെയുള്ള പിള്ളേർ എന്തിനാണ് വഴക്ക് പിടിക്കുന്നത്? എൻ്റെ റൂമിൽ എന്തിനാണ് അമ്മ കയറിയത്? എൻ്റെ പ്രൈവസി പോയില്ലേ അല്ലേ. താടിയൊക്കെ നരച്ച വലിയ പിള്ളേർ എന്തിനാണ് വഴക്ക് പിടിക്കുന്നത്? എൻ്റെ അതിരിൽ എന്തിനാണ് അവൻ മാവ് കൊണ്ടുവച്ചത്? അതുകൊണ്ടല്ലേ ആ മാവിൻ്റെ കൊമ്പ് എൻ്റെ അതിരിലോട്ട് കയറി നിൽക്കുന്നത്. ഇവിടെല്ലാം വഴക്കൊക്കെ ആരംഭിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ്. ഈ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ സർവൈവൽ, നമ്മുടെ അതിജീവനം, നമ്മുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായിരിക്കുന്ന സംഗതികളൊക്കെ പൊതുവകയായിട്ട് ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ മനുഷ്യരായിട്ട് ഈ വലിയ ലോകത്തിൽ ഇനി എത്ര കാലം ജീവിക്കും? ഇവിടെയാണ് ജോസഫ് എന്ന വലിയ മനുഷ്യൻ ഈ പുതിയ വർഷത്തിൽ നമുക്കൊരു വെളിച്ചം തരിക. കുറെ കൂടി വലുതായിട്ട് ചിന്തിക്കുക, കുറെ കൂടി സാവകാശത്തിൽ ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും കുറെ കൂടി ശ്രദ്ധാപൂർവം സൂക്ഷ്മമായി ദൈവത്തിൻ്റെ ആലോചനയോടുകൂടി സമീപിക്കാനുള്ള ഒരു വിവേകമാണ് ജോസഫ് എന്ന ധാർമ്മികനായ പുരുഷൻ നമുക്ക് ആദ്യമേ തന്നെ സമ്മാനിച്ചു വയ്ക്കുന്നത്. വളരെ പഴയ ഒരു കഥയുണ്ട്. ഒരു ഗുരു, അയാളുടെ പേര് ജ്ഞാനേശ്വരൻ എന്നാണ്. അയാളൊരു വഴിയാത്ര പോകുമ്പോൾ അയാളോടൊപ്പം അയാളുടെ 12 ശിഷ്യന്മാരുമുണ്ട്. ഈ ശിഷ്യന്മാരെയും കൂട്ടിയിട്ടുള്ള ഇയാളുടെ യാത്ര പതിവ് പോലെ അവർ ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരു വീട്ടിലെത്തി. ആ വീടൊരു കമ്പാരൻ്റേതാണ്, ഒരു കലവൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾ. ഇയാൾ ഈ 12 പേർക്കും ഗുരുവിനും ഭക്ഷണം വിളമ്പി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരു ഫലിതരൂപേണ കമ്പാരനോട് പറഞ്ഞു, കമ്പാര, ഇവരെല്ലാം ബന്ധതാണോ എന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ കൈവശം ഒരു ചെറിയ കൊട്ടുപടി മാതിരി ഒരു ചെറിയ സാധനമുണ്ട്. ഈ കലമൊക്കെ ഉണങ്ങി പാകമായി എന്ന് കൃത്യമായിട്ടറിയാൻ അതിലിങ്ങനെ കൊട്ടി നോക്കും. ഈ ചെറിയ മുട്ടുപടിയുമായിട്ട് ഇയാൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ പുറകുവശത്തോട് ഇങ്ങനെ നടക്കുകയാണ്. ഓരോരുത്തരുടെ തലയ്ക്ക് ഇങ്ങനെ പുറകിലൊരു തട്ട് കൊടുക്കുന്നുണ്ട്. ആരും മിണ്ടുന്നില്ല, എല്ലാവരും ശിഷ്യന്മാർ ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങി വന്ന് 12ാമത്തെ ശിഷ്യൻ്റെ അടുത്ത് വന്ന് അവനെയും തട്ടി. അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമെന്ന് ചോദിച്ചു. അയാളൊന്നും മിണ്ടിയില്ല. അയാൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, 12 എണ്ണത്തിൽ ഒരെണ്ണം മാത്രം ശരിക്ക് വെന്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരെണ്ണം ശരിക്ക് വെന്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇനി കുറച്ചുകൂടെ വേവാനുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പ്രതികരിക്കാം. ജോസഫൊക്കെ നല്ല പാകം വന്ന മനുഷ്യരാണ്. അതുപോലെ തീച്ചൂളയിൽ കൂടി കടന്നുപോയി ജീവിതത്തിലുണ്ടാവുന്ന ഓരോ ടെസ്റ്റും ടെംപ്റ്റേഷനും ഓരോ പരീക്ഷയും പ്രലോഭനവും നമ്മളെ പാകപ്പെടുത്താനുള്ള ഉപാധികളാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യേശു പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മളെ ഉപദ്രവിക്കുന്നവർ നമുക്കൊരു വലിയ ഉപകാരമാണ് ചെയ്യുന്നത്. നമ്മളെ ചീത്ത പറയുന്നവർ, നമ്മളെ യാതൊരു കാരണം കൂടാതെ അസഭ്യം പറയുന്നവരൊക്കെ വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത്. എന്താണെന്നറിയോ? കുറച്ചും കൂടെ നന്നായിട്ട് പെരുമാറാൻ നമുക്ക് ഒരവസരം കൂടെ അവർ തരികയാണ്. അവരോട് കുറച്ചും കൂടെ നന്നായിട്ട് പെരുമാറാൻ ഒരവസരം കൂടെ, ഒരു പരീക്ഷയും കൂടിയാണ്. ഈ പരീക്ഷ നന്നായിട്ട് എഴുതുന്നുണ്ടോയെന്നാണ് ദൈവം നോക്കുന്നത്. അതോ അവർ പറഞ്ഞ അതേ ആൻസർ തന്നെയാണോ നമ്മൾ തിരിച്ച് പറയണത്? അതോ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഉത്തരമാണോ നമ്മൾ തിരിച്ചു കൊടുക്കുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും ജീവിതത്തിലുണ്ടാവുന്ന ഓരോ സംഭവങ്ങളെയും വികാരപരമായിട്ടല്ല, കുറെ കൂടി വിവേകപൂർണമായിട്ട് സമീപിക്കാനായിട്ട് നമുക്ക് പറ്റണം. കസൻ സാക്കീസിൻ്റെ
അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ചുള്ള സുന്ദരമായൊരു നോവലുണ്ട്. അതിലിങ്ങനെ ഒരു കഥാസന്ദർഭം. ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ബ്രദർ ലിയോയും കൂടി അവരുടെ സന്യാസ ആശ്രമത്തിന് അംഗീകാരം തേടാൻ റോമിലേക്ക് പോവാണ്, പോപ്പിനെ കാണാൻ. പോകുന്ന വഴിക്ക് സാൻ മാരിയോ എന്ന സ്ഥലത്തേക്കാണ് അവർക്ക് ആദ്യം പോകേണ്ടത്. പോകുന്ന വഴിക്ക് ഫ്രാൻസിസിനോട് ഫ്രാൻസിസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബ്രദർ ലിയോ, അവൻ മാത്രമേ ഉള്ളൂ കൂടെ, ഫ്രാൻസിസിനോട് ചോദിച്ചു, ഫ്രാൻസിസ്, ആരാണ് ശരിക്കും വിശുദ്ധൻ? നമ്മുടെ മനസ്സിൽ എന്താ ഉത്തരം വരിക? എപ്പോഴും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അല്ല, എപ്പോഴും വേദപുസ്തകമൊക്കെ വായിച്ചിരിക്കുകയും പള്ളിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരൊക്കെ ആയിരിക്കും വിശുദ്ധന്മാരെന്നൊക്കെ നമ്മൾക്ക് സാമ്പ്രദായികമായിട്ടൊരു ധാരണയുണ്ടാവും. അപ്പോൾ ഫ്രാൻസിസ് പറയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനല്ല, രോഗികളെ സുഖപ്പെടുത്തുന്നവനല്ല വിശുദ്ധൻ. അപ്പോൾ ബ്രദർ ലിയോയ്ക്ക് പിന്നെ ഒരു സംശയം, പിന്നെ ആരാണ്? അപ്പോൾ ഫ്രാൻസിസ് വീണ്ടും പറയുന്നു, പക്ഷികളുടെ ഭാഷ അറിയാവുന്നവനല്ല, മീനുകളുടെ ഭാഷ അറിയാവുന്നവനല്ല, പിന്നെ ആരാണ്? അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ലിയോ, നമ്മളിപ്പോൾ നടന്ന് അങ്ങ് സാൻ മാരിയോയിൽ എത്തിയെന്ന് വിചാരിക്കും. അവിടെ എത്തുമ്പോൾ നേരം വൈകിട്ടുണ്ടാവും. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അന്തി ഉറങ്ങണം. അപ്പം നമ്മളൊരു സത്രത്തിൽ എത്തും. ആ സത്രത്തിൻ്റെ വാതിക്കൽ നമ്മളിങ്ങനെ മുട്ടി വിളിക്കും. അപ്പോൾ സത്രക്കാരൻ നേരം നന്നേ വൈകിയത് കൊണ്ട് വാതിലടച്ച് കിടന്നു കാണും. അയാൾ ആ ഉറക്കത്തിൽ നിന്ന്, പാതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. അയാൾ വന്ന് കതക് തുറക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കും, ആരാണ്? അപ്പം നമ്മൾ പറയും, ഞങ്ങൾ 2 സന്യാസിമാരാണ്. അപ്പോഴേക്ക് ദേഷ്യം വരും. കാരണം എന്താന്ന്, ഈ സന്യാസിമാരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കയ്യിൽ 5 പൈസ കാണില്ലല്ലോ. ഇവന്മാരെ എങ്ങനെയാണ് കയറ്റി താമസിപ്പിക്കുക? ഇവിടെ സ്ഥലമില്ല. അയാൾ അകത്തുനിന്ന് വിളിച്ചു പറയും, നീ മിണ്ടരുത്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ വീണ്ടും ആ കതകിലൊന്നും മുട്ടണം. അപ്പം അയാൾ വീണ്ടും അകത്തുനിന്ന് എണീറ്റ് വന്നിട്ട് ചോദിക്കും, ആരാണ്? അപ്പം നമ്മൾ വീണ്ടും പറയും, ഞങ്ങൾ 2 സന്യാസിമാരായ സഹോദരങ്ങളാണ്. ഇയാൾക്ക് നല്ല ദേഷ്യം വരില്ല, ഉറക്കത്തിൽ നിന്ന് 2ാമതും വിളിച്ചുണർത്തിയതാണ്. ഇയാളെ വാതിലൊക്കെ ഇങ്ങോട്ട് തുറന്നിട്ട് പരാന്ന ഭോജികളെ, നീചന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അസഭ്യം നമ്മളെ വിളിക്കും. ലിയോ, ഇപ്പോഴും നിനക്ക് അയാളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അയാളുടെ ഉള്ളിൽ ഈശ്വരാംശത്തെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ വിശുദ്ധനാണ്. അതുകൊണ്ടായിരിക്കും ഈ സമീപകാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, യാതൊരു കാനോനുകളും കൂടാതെ ഞാൻ ഒരാളെ വിശുദ്ധനാക്കാം. ആരെയാണെന്നറിയാമോ? ഇന്നേ വരെ മറ്റൊരാളെക്കുറിച്ച് പോലും ഒരു വാക്ക് പോലും കുറ്റം പറഞ്ഞിട്ടില്ലാത്ത ഒരാളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, അയാളെ ഞാൻ ഇപ്പം തന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാം. ശരിക്കും അങ്ങനെയൊക്കെ ജീവിക്കാൻ എന്നെ പാടാണല്ലേ. മുൻവിധിയോടുകൂടി അല്ലാതെയും മറ്റുള്ളവരെ നിരന്തരം വിചാരണ ചെയ്യാതെയും ഒക്കെ ജീവിക്കാൻ. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലാണ് ജോസഫ് ഇങ്ങനെ മൗനം കൊണ്ട് അതിനെ പൊതിഞ്ഞു പിടിക്കുന്നെന്ന് വിചാരിച്ചാണ്. അയാൾക്ക് ഈ ടെംപ്റ്റേഷനൊക്കെ ഉണ്ട്. അയാൾക്ക് മറിയത്തെ കുറ്റപ്പെടുത്തണമെന്നും മറിയത്തിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ച് പോകണമെന്നും മറിയത്തെക്കുറിച്ച് അപവാദങ്ങൾ പറയണമെന്നൊക്കെയുള്ള നല്ല ടെംപ്റ്റേഷൻ കാണും. ഇല്ലേ? ഒരു മനുഷ്യനല്ലേ, ഒരു ചതി പറ്റിയാൽ ആർക്കാ ദേഷ്യം വരാത്തേ? പക്ഷേ മൗനം കൊണ്ട് അതിനെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുകയാണ്. ശരിക്കും ഈ പുതിയ വർഷമൊക്കെ എടുക്കുമ്പോൾ ആളുകൾ എടുക്കുന്ന ഒരു തീരുമാനമാണല്ലേ, ഞങ്ങൾ വേദപുസ്തകം ഇനി എല്ലാ ദിവസവും ക്രമമായിട്ട് വായിക്കും. എല്ലാവരും വായിക്കുന്നവരാണ്. വീണ്ടും നമ്മൾ പറയും ക്രമമായിട്ട് വായിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആരംഭിക്കുക.
ഈ സമീപകാലത്തൊക്കെ ഈ വേദപുസ്തകം വായിക്കുന്ന രീതി തന്നെ മാറിയിട്ടുണ്ട്. ആദിയോട് അന്തൊന്നുമല്ല ഇപ്പോൾ ആരും വായിക്കുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ വേദപുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാലോ. ഇങ്ങനെ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ണടച്ചിട്ട് ഒന്ന് തുറക്കും. നമുക്കിഷ്ടപ്പെട്ടതല്ലെങ്കിൽ പിന്നെയും അടച്ചേക്കും, വീണ്ടും ഒന്നുകൂടെ തുറക്കും. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച എന്ത് കിട്ടണോ അത് കിട്ടണ വരെ നമ്മളിങ്ങനെ അടച്ച് തുറന്നുകൊണ്ടിരിക്കും. ദൈവവുമായിട്ടൊരു സാറ്റുകളി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നല്ല ദൈവം സംസാരിക്കുക കേട്ടോ. അതൊക്കെ ചുമ്മാ ആരെങ്കിലും നമ്മളെ പറഞ്ഞ് കളിപ്പിക്കുന്ന. പോട്ടെ, നമ്മൾ അങ്ങനെ തീരുമാനിച്ച് ഇനി ജനുവരി 1-ാം തീയതി ഇന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വേദപുസ്തകം എടുത്ത് വേദപുസ്തകം അനുസരിച്ച് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തുറന്നു. വിധിക്കരുത്, അടച്ചു വെച്ചു. ജീവിക്കാൻ പറ്റുമോ? ഇല്ല, 5 അക്ഷരമേ ഉള്ളൂ, ഒരു പഞ്ചാക്ഷര മന്ത്രമാണ്. പക്ഷെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ? ഡു നോട്ട് ജഡ്ജ്. എന്നാൽ പോട്ടെ, നാളെ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. മോഹിക്കരുത്. നടക്കുമോ? പണത്തോട്, അധികാരത്തോട്, പ്രശസ്തിയോട്, മാംസത്തോട് മോഹമില്ലാത്ത ആരാ ഉള്ളത്? പറ്റുമോ? അപ്പോൾ ഈ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാട് പിടിച്ചൊരു പണിയാണ്. പിന്നെ ഏറ്റവും എളുപ്പമുള്ള പണി ഈ വാട്സപ്പൊക്കെ വായിച്ച് ജീവിക്കുക, അല്ലെ പത്രമൊക്കെ വായിച്ച് ജീവിക്കുക. അതാകുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇല്ല നമ്മളിപ്പോൾ ഒരു 2-3 മാസം മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തായാലും മനസ്സിൽ വിചാരിച്ചു കാണും, ദൈവമേ ഞാൻ എന്തുമാത്രം പരിശുദ്ധയായ ഒരു വനിതയാണ്, കാരണം ഞാൻ സൈനൈഡ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇല്ല, ഈ ലോകത്തിൽ അത്രയും തിന്മകൾ നടക്കുമ്പോൾ നമ്മളൊക്കെ പരിശുദ്ധന്മാരായ മനുഷ്യരല്ലേ? ഇല്ലേ, നമ്മൾ ഇതിനകത്തൊക്കെ കാണുന്ന വാർത്തകളും വൃത്താന്തങ്ങളും ആളുകളെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലൊക്കെ കാണുമ്പോഴത്തേനും ഇല്ലേ, ശരിക്കും നമുക്ക് തോന്നും നമ്മളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആൾക്കാരാണെന്ന്. പക്ഷെ വേദപുസ്തകം ഗ്രഹപ്പഴക്കെങ്ങനെ എടുത്ത് വായിച്ചു പോയാൽ കുഴപ്പമാവും. നമ്മളോളം മോശപ്പെട്ട ആൾക്കാർ ഇല്ലെന്ന് നമ്മൾ തിരിച്ചറിയും. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ സൈലൻ്റ് ആവുക. നമുക്ക് കുറച്ച് അടക്കം വരുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് സിറിയക്കാരൻ ഇസഹാക്ക്, ഐസക് ദ സിറിയൻ എന്ന് പറയുന്ന ആ മഹാനായ സന്യാസി പറയുന്നത്, സ്വർഗത്തിലെ മാലാഖമാരെ കാണുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് സ്വയം കാണാൻ പറ്റുന്നവൻ. സ്വർഗത്തിലെ മാലാഖമാരെ കാണാൻ പറ്റുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് സ്വയം കാണാൻ പറ്റുന്നവൻ. ശരിക്കും ഈ സ്വയം കാഴ്ചയ്ക്കുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് മൗനം. ജോസഫ് തൻ്റെ വികാരപരമായ എല്ലാ പ്രക്ഷുബ്ധതകളെയും മൗനം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആന്തരികമായ അർത്ഥതലം കൃത്യമായി നമ്മുടെ മനസ്സിൽ രൂപപ്പെടണം. എന്താണെന്നറിയോ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ അഭിസംബോധന ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് ചെയ്യുക. നിങ്ങൾ ഏത് നിമിഷമാണോ മൗനത്തിലായിരിക്കുന്നത് ആ നിമിഷം മാത്രമായി നിങ്ങൾ നിങ്ങളെ തന്നെ അഭിസംബോധന ചെയ്യുക, അല്ലേ? നിങ്ങൾ ഏതെങ്കിലും നിമിഷം മൗനത്തിലിരുന്ന് നോക്കുക, അപ്പോഴായിരിക്കും നമ്മൾ നമ്മളെ തന്നെ കണ്ടു തുടങ്ങുന്നത്. പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്ന നോവലിൻ്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്, ഉള്ളിലേക്ക് നോക്കാൻ എനിക്ക് ഭയമാണ്. കാരണം അഹന്ത, പരനിന്ദ, ഊച്ചാളിത്തരം, വങ്കത്തരം, കാമം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വികാരങ്ങൾ ലാവ പോലെ എൻ്റെ ഉള്ളിൽ നുരച്ച് പൊന്തുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് നോക്കാൻ ഭയമാണ്. ധൈര്യമുണ്ടോ ഉള്ളിലേക്ക് നോക്കാൻ? ഈ ധ്യാനം എന്നൊക്കെ പറയുന്നത് നമ്മളെ തന്നെ കണ്ടു തുടങ്ങലല്ലേ. ജോസഫിനെ ഇങ്ങനെ നമ്മൾ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തന്നെ കണ്ടു തുടങ്ങുന്ന മാത്രയിലാണ് യഥാർത്ഥത്തിൽ സത്യ അനുതാപം നമ്മുടെ ഉള്ളിലുണ്ടാവുക. എന്താ ഈ സത്യ അനുതാപം? നരകത്തിൽ ദൈവം പിടിച്ചിടുമെന്നുള്ള പേടി കൊണ്ടൊക്കെ ഉണ്ടാവേണ്ട ഒരു കണ്ണുനീരല്ല സത്യ അനുതാപം കേട്ടോ. പിന്നെയോ, നമ്മൾ ഇത്രയൊക്കെ തെറ്റിപ്പോയിട്ടും
ഇപ്പോഴും ഈ മഹാഭാവിയായ എന്നെ, ഈ അഹങ്കാരിയായ എന്നെ ഈ വചനം പറയാൻ ദൈവം ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ ആഴമോർക്കുമ്പോൾ അപ്പം എനിക്ക് സങ്കടം വരണം. അപ്പം സങ്കടം വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അനുതാപം. നമ്മളെയൊക്കെ ദൈവം ഇപ്പോഴും ഇങ്ങനെ ഉള്ളങ്കയിൽ താങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ഇത്രയൊക്കെ തെറ്റിപ്പോയിട്ടും. അത് ഓർക്കുമ്പോൾ നമുക്കൊരടക്കം ഉണ്ടാവില്ലേ? നമ്മുടെ വിചാരണകളൊക്കെ കുറയില്ലേ? നമ്മുടെ വിധികൽപ്പനകളൊക്കെ കുറയില്ലേ? ജോസഫ് തൻ്റെ ഭാര്യയായ മറിയത്തെ ചേർത്തുകൊണ്ടു എന്ന് പറയുന്നത് പോലെ നമ്മുടെ സഹയാത്രികരെ വളരെ സ്നേഹപൂർവ്വം അവരുടെ കൈക്ക് പിടിച്ച് അവരോടൊപ്പം നടക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ആത്മാവബോധമാണ്. ജോസഫിൻ്റെ മൗനം അതിലേക്ക് നമ്മളെ നയിക്കണം. ഇനിയൊന്ന് ജോസഫിനെ കുറിച്ച് പറയാനുള്ളത്, ദൈവം കൊടുത്ത ഒരു സ്വപ്നം മൂലം തൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ തകർന്നു പോയൊരു മനുഷ്യനാണ് ജോസഫ്, അല്ലേ? അയാൾക്കും കാണില്ലേ സ്വപ്നങ്ങൾ? ഇപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായ സ്വപ്നങ്ങളില്ലേ ഇപ്പം തന്നെ? പക്ഷെ ദൈവം കൊടുത്ത ഒരു സ്വപ്നത്തെ പ്രതി തൻ്റെ സ്വകാര്യമായ എല്ലാ താല്പര്യങ്ങളും അവസാനിച്ചു പോകുന്ന ഒരു മനുഷ്യൻ. ഇത് ജോസഫ് മാത്രമല്ലല്ലോ വേദപുസ്തകത്തിൽ, തിരുവെഴുത്തിൽ ഉടനീളം ഇങ്ങനെയുള്ള അനേകം കഥാപാത്രങ്ങളുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ ഉന്മാദിയെപ്പോലെ ഇറങ്ങിപ്പോയയാളാണ്. ഈ സ്വപ്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ആ കിറുക്കിനെയാണ് നമ്മൾ വിശ്വാസമെന്ന് വിളിക്കുന്നത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ഇങ്ങനെ ഒരു ഉറപ്പിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയയാളാണ് വിശ്വാസികളുടെ പിതാവായി നിലകൊള്ളുന്നത്. അപ്പം നമ്മുടെയൊക്കെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസവും അത് അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ ഇവിടെ ജോസഫ് ഒരു വലിയ തിരുത്ത് തരും. എനിക്കെപ്പോഴും ആശ്ചര്യം തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്, 3.5 വർഷം യേശുവിൻ്റെ ഒപ്പം സഞ്ചരിക്കുകയും അവൻ പറയുന്ന വാക്കുകൾ നേരിട്ട് കേൾക്കുകയും അവൻ പറഞ്ഞ കഥകളുടെ പൊരുളുകൾ തിരിച്ചറിയുകയും അവൻ്റെ വീര്യപ്രവർത്തികൾക്ക് ഓരോന്നിനും സാക്ഷിയാവുകയും ചെയ്ത അവൻ്റെ ശിഷ്യന്മാർ ഗത്സമനയിൽ അവൻ ഒറ്റുകൊടുക്കപ്പെടുമ്പോൾ, അവൻ ബന്ധിതനാവുന്ന മുഹൂർത്തത്തിൽ എല്ലാവരും ചിതറിയോടുന്നു, ഇല്ലേ? അവൻ്റെ പ്രസംഗം കേട്ടവരാണ്, അവൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരാണ്, അവനെക്കുറിച്ച് ഇനി ഒരു സാക്ഷ്യം പോലും ആവശ്യമില്ലാത്തവരാണ്. അങ്ങനെയുള്ള ആളുകളാണ് യേശുവിനെ വിട്ടിട്ട് പോവുക. ഇനി നിങ്ങൾ ബേത്ലഹേമിലേക്ക് ഒന്ന് പറഞ്ഞു, ഗത്സമനയിൽ നിന്ന്. അവിടെ ഒരു കൈക്കുഞ്ഞ്, പിന്നെ പിച്ച വയ്ക്കുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിനെയും കൊണ്ടാണ് ജോസഫ് എന്ന നീതിമാനായ പുരുഷൻ നെട്ടോട്ടമോടുന്നത്. അയാൾ യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ല, അയാൾ യേശുവിൻ്റെ വീര്യപ്രവർത്തികളൊന്നും കണ്ടിട്ടില്ല. അമ്മയുടെ മടിയിൽ പാല് കുടിച്ചു കിടന്നുറങ്ങുന്ന ഒരു പൊന്നോമന പൈതൽ, അത്ര മാത്രമേ ഉള്ളൂ അയാൾക്ക് യേശു. അപ്പം അയാളുടെ വിശ്വാസം എത്ര വലുതായിരിക്കും? അയാൾ അത്ഭുതങ്ങൾ കൊണ്ടല്ല വിശ്വസിച്ചത്, അടയാളങ്ങൾ കൊണ്ടല്ല വിശ്വസിച്ചത്, പ്രസംഗങ്ങൾ കേട്ടിട്ടല്ല വിശ്വസിച്ചത്. യുക്തിക്കതീതമായി അയാൾക്ക് ദൈവം കൊടുത്ത ഒരു സ്വപ്നത്തിലാണ് അയാൾ വിശ്വസിക്കുന്നത്.
ജോസഫിനെ കുറിച്ച് സഭാപാരമ്പര്യത്തിൽ പറയുന്നത്, ജോസഫിന് മാലാഹ നൽകിയ ദർശനം അതാണ് സഭയുടെ ഉറപ്പിന് കാരണമായി തീർന്നത്. കന്യകാ ജനനത്തെക്കുറിച്ചുള്ള സഭയുടെ ഉറപ്പിന് ആധാരമായിരിക്കുന്നത് ജോസഫിന് സ്വപ്നത്തിലുണ്ടായ ദർശനമാണ്. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ക്രൈസ്തവ സഭാ പാരമ്പര്യത്തിൽ ജോസഫ് എന്ന പുരുഷൻ. ഈ മരപ്പണിക്കാരൻ നമ്മളെ വീണ്ടും ഒന്നുകൂടി പ്രകോപിപ്പിക്കും. കാരണം പഴയ നിയമത്തിലെ അബ്രഹാം മുതൽ പിന്നീട് മോശ, പിന്നീട് യെശയ്യാവ്, ഊസിയ രാജാവ് മരിച്ചയാണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തും കൊണ്ട് ശ്രോപ്പേന്മാർ ആർത്ത് പാടുന്ന ദർശനം അയാൾക്കുണ്ടാവുന്നു. അവിടെയാണ് അയാൾ തിരിച്ചറിയുന്നത്, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യനാണ്. അപ്പോഴാണ് അയാൾക്ക് ഒരു കൊടിലിൽ ഒരു തീക്കട്ട അയാളുടെ നാവിൽ വെച്ച് കിട്ടുന്നത്. ദർശനത്തിൽ നിന്നാണ് അയാളുടെ പ്രയാണം ആരംഭിക്കുന്നത്. ദാനിയേൽ, ഇങ്ങനെ എത്രയെത്ര ആളുകളുണ്ട്. നമ്മളൊന്ന് ഓർത്തിരിക്കണം, മക്കളുണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് ദർശനമുണ്ടായിരിക്കണം. മക്കളെക്കുറിച്ച് നിങ്ങൾക്കുള്ള സ്വപ്നത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. സക്കറിയാവും എലിസബത്തും അവർക്കൊരു മകനുണ്ടാകുമെന്നുള്ള അരുളപ്പാടുണ്ടാവുകയും ആ സ്വപ്നത്തിൽ, ആ ദർശനത്തിൽ ദൈവം അവരോട് പറയുന്ന ഒരു വരിയുണ്ട്, മാലാഖ അവരോട് അറിയിക്കുന്ന ഒരു തിരുവചനമുണ്ട്. എല്ലാ മാതാപിതാക്കളെയും പോലെ സക്കറിയാവിനും എലിസബത്തിനും തങ്ങളുടെ മകൻ ഈ ലോകത്തിൽ വലിയവനാകണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നിരിക്കണമല്ലോ. എന്നാൽ അവർക്കുണ്ടാകുന്ന ദൈവീക ദർശനത്തിൽ ദൈവം കൊടുക്കുന്ന സ്വപ്നം എന്താണ്? അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനായിരിക്കുമെന്നാണ്. നമുക്കങ്ങനെയല്ലേ? നമ്മുടെ മക്കൾ ഈ ലോകത്തിൽ വലിയ ആളുകളായിരിക്കണം എന്നൊക്കെ ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, ഇവൻ എന്താവണം, ഇവളെന്താവണം? അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പം ദൈവം വേറെ ചില ഉത്തരം പറഞ്ഞു തന്നിരിക്കും. ഇവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവനാവണം, അവൻ വീഞ്ഞും മദ്യവും കുടിക്കരുത്, ഇങ്ങനെ കുറേ ഉത്തരങ്ങൾ ദൈവം പറഞ്ഞു തന്നിരിക്കും. അത് കേൾക്കാൻ നമുക്ക് അത്രയൊന്നും സാവകാശം ഇതുവരെ കിട്ടിയിട്ടില്ല പലപ്പോഴും. അങ്ങനെ ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. മനുഷ്യർ പറയുന്നത് പോലെ ഇപ്പം കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവനെ അവൻ്റെ അമ്മ കടയിലേക്ക് വിട്ടു. പഴയ കാലമാണ്. അവനെ കടയിൽ ഈ കുറിപ്പടിയൊക്കെ ആയിട്ട് ചെന്നു. അവനെ കുറിപ്പൊക്കെ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ കുഞ്ഞിൻ്റെ സ്മാർട്ട്നെസ് കണ്ടിട്ട് ആ കടക്കാരൻ ഇവനോട് പ്രത്യേക ഒരു വാത്സല്യം തോന്നി. അയാളുടെ കടയിൽ കുറേ മിഠായി ഭരണികൾ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ ആ ഒരു ഭരണി തുറന്നിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നിനക്ക് ആവശ്യമുള്ള മിഠായി എടുത്തോളാം. മിഠായി അല്ലേ? ഇവൻ നേരെ കൈയിട്ടു ഭരണിയിലേക്ക്. ഇവൻ ഒരു കൈ അങ്ങ് വാരി കഴിഞ്ഞപ്പോൾ അവൻ എന്തോ ആലോചിച്ചിട്ട് അവനതങ്ങ് താഴെയിട്ടു. എന്നിട്ട് അവനെ കൈ ഇങ്ങ് തിരിച്ചെടുത്തു. എന്നിട്ട് ആ കടക്കാരനോട് പറയാണ്, ചേട്ടാ, എൻ്റെ കൈ ചെറുതല്ലയോ ചേട്ടൻ്റെ കൈ വലുതല്ലയോ, അതുകൊണ്ട് ഇങ്ങ് എടുത്തു തരാമെന്ന് ചോദിച്ചു. ശരിയല്ലേ? ശരിക്കും ഇതാണ് പ്രാർത്ഥന കേട്ടോ. നമ്മളിങ്ങനെ ഈ പള്ളിയിലൊക്കെ വന്നിരുന്നിട്ടേ, ദൈവമേ എനിക്ക് അത് തരണം, എൻ്റെ കൈ കൊണ്ട് ഒരു സാധനം എടുത്തിങ്ങോട്ട് വയ്ക്കുക. ദൈവമേ എനിക്ക് ഇത് തരണം, ഒരു സാധനം എടുത്തിട്ടിങ്ങോട്ട് വയ്ക്കുക. അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറയാതെ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ
ഒന്ന് വെറുതെ കുറേ നേരം ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമോ? ചിലപ്പോൾ ദൈവത്തിൻ്റെ കൈ കൊണ്ട് വല്ലതും എടുത്ത് തന്നാലോ? നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നത്, ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നമുക്കുള്ളൂ. ഒരു തലവേദന മാറണം, അല്ലെങ്കിൽ ഒരു പനി മാറണം, ഒരു ലോട്ടറി അടിക്കണം, ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ കാണുള്ളൂ. പക്ഷേ ദൈവത്തിന് ഇനി വേറെ ചില ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലോ? നമ്മളിതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ദൈവത്തിന് അത് തരാതിരിക്കുകയാണെങ്കിലോ? ഇല്ലേ, ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കാരണം നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മുട്ട ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കില്ലല്ലോ, മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ലല്ലോ. പിന്നെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. അതുകൊണ്ടാണ് പറയുക, ദൈവത്തിന് നമ്മളെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചുമൊക്കെയുള്ള പദ്ധതികൾ എന്താണ്, സ്വപ്നങ്ങൾ എന്താണ് എന്നാരായാനൊരു ശ്രമമെങ്കിലും നടത്തണമെന്ന് ജോസഫ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളൂ. നമ്മുടേതുപോലെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കണം ജോസഫ്. നമ്മുടേതുപോലെയുള്ള വിശപ്പുകളും കാമനകളും ഡിസയേഴ്സൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കണം. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആ അസുഖത്തിനൊരു പേര് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, മെഗലോമാനിയ. മെഗാ, വലുത്, വലുത്, വലുതിനോടുള്ള പ്രണയം. വലിയ വീടുകൾ, വലിയ വാഹനങ്ങൾ, വലിയ പെരുന്നാളുകൾ, വലിയ പള്ളികൾ, അല്ലേ? പരമാവധി വലുപ്പത്തിലാണ് ഈ സാധനമൊക്കെ പണിത് വയ്ക്കുക കേട്ടോ. പള്ളികളൊക്കെ ദൈവത്തിന് പോലും ചുക്കിലടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പള്ളികളൊക്കെയാണ് ഇപ്പോൾ വരിക, അല്ലേ? മനുഷ്യർക്ക് പറ്റില്ല. എല്ലാം വലുതാണ്. വലുതിനോടുള്ള ഒരു പ്രണയം വല്ലാതെ അങ്ങ് വർദ്ധിക്കുകയാണ്. ഇതെല്ലാം വലുതാവും തോറും ആരാ ചെറുതാവുന്നതെന്നറിയോ? നമ്മളാട്ടോ. ചെറിയ കുടിലൊക്കെ താമസിച്ച കാലത്ത് മനുഷ്യർക്ക് കുറച്ചുകൂടെ വലുതല്ലായിരുന്നോ? അവിടെ നമുക്ക് മതങ്ങളെക്കാട്ടിലും വലുത് മനുഷ്യരൊക്കെ ആയിരുന്നല്ലോ. അപ്പം നമുക്ക് നേരെ കാര്യങ്ങൾ തിരിഞ്ഞു. അപ്പം നമ്മുടെ അതിരും നമ്മുടെ മതവും നമ്മുടെ വീടും നമ്മുടെ കാര്യങ്ങൾക്കപ്പുറത്തേക്കൊന്നും നമുക്ക് വലിയ ചിന്തയൊന്നും ഉണ്ടാവുന്നില്ല. അതൊക്കെ ഇനി തിരിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. പക്ഷെ ഇതെല്ലാം വലുതാവും തോറും ആരെങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുക? വില കൂടിയ വാഹനങ്ങൾ അണിഞ്ഞിട്ടാണ് നമ്മൾ പോവുക, അല്ല വാഹനങ്ങളിലാണ് പോവുക. പക്ഷേ പോകുന്ന വാഹനത്തെക്കാട്ടിലും ശ്രദ്ധിക്കേണ്ടത്, അതിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല, പോകുന്ന വാഹനത്തെക്കാട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വില കൂടിയ വസ്ത്രങ്ങൾ നമ്മൾ അണിയാറുണ്ട്. പക്ഷെ വളരെ വില കുറഞ്ഞ സംസാരങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാവിന് വരാറുണ്ട്. ഈ ലോകത്തുള്ള സകല സാധനങ്ങൾക്ക് ഇപ്പോൾ ISIമാർക്ക് വേണമെന്ന് നിർബന്ധമാണ്. ഇത് ഉപയോഗിക്കുന്നവന്മാരുടെ സ്റ്റാൻഡേർഡ് എന്താണ്? അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡം ആരാണ്? ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ വില കൂടിയതും ബ്രാൻഡഡും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ മാനദണ്ഡം, ജീവിതത്തിൻ്റെ അളവുകോൽ എന്താണ്? ജോസഫ് വളരെ ചെറുതെന്നും നിസ്സാരമെന്നും ബലഹീനമെന്നും നമ്മൾ കരുതുന്ന പല കാര്യങ്ങളെയുമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായി കൊണ്ടു നടന്നത്. അയാളുടെ കൂടെയുള്ളത് ലോകപ്രകാരം അത്ര വലിപ്പമുള്ളതൊന്നുമല്ല, ബലമുള്ളതൊന്നുമല്ല. അവിവാഹിതയായി ഗർഭം ധരിച്ച ഒരു പെൺകുട്ടി, മുല കുടിക്കുന്ന ഒരു കുഞ്ഞ്, ഇതിനെയും കൊണ്ടാണ് ഇയാൾ പോവുക. അവർക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളാണ് പിന്നീട് അയാളുടെ ജീവിതം അത്രയും സാർത്ഥകമാക്കുന്നത്. ശ്രദ്ധിക്കുക, അയാളുടെ ഓട്ടം അത്രയും ദുർബലർക്ക് വേണ്ടിയാണ്. ഒറ്റപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവർ, വാഹനമില്ലാത്തവർ, മേൽവിലാസമില്ലാത്തവർ, അല്ലേ? ബേദലയൻ തൊട്ട് മിസ്രൈം വരെ, തിരിച്ച് നസറേത്തിലേക്ക്. ദൈവമേ, എന്തൊരു ഓട്ടമാണ് അയാളുടേത്!
അതും സ്വന്തം ജീവിതത്തിലെ നഷ്ടങ്ങളെയൊക്കെ മറന്നുകൊണ്ട്. ഒരു യുവതിയെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടാണ് അയാൾ ഓടുന്നത്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അയാൾ രാജാവിൻ്റെ വാളിൻ്റെ ഇടയിലൂടെ ഓടുന്നത്. ശരിക്കും നമ്മുടെ കൂട്ടത്തിലില്ല അങ്ങനെയുള്ള ആൾക്കാർ. ചില മക്കളെയൊക്കെ ചില അമ്മമാർക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ഇത്തിരി ബുദ്ധിക്കൊക്കെ പ്രയാസമുള്ള മക്കൾ, ചില പ്രായമുള്ള ആളുകൾ, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത ആളുകളെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില ആളുകളുണ്ടാവും. ഇല്ലേ? ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും, ഈ അമ്മമാരിലൊക്കെ ഉണ്ടാവും. പൊന്നുപോലെ അവരെ നോക്കുന്ന മനുഷ്യർ. ഇല്ല, ഇതിലിരിക്കുന്ന ആളുകളിൽ പലരും അത്ര പ്രശസ്തരൊന്നുമല്ല. അവർ വലിയ വേദികളിലൊന്നും പോയിട്ടുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ ജോസഫിനെ പോലെ ദൈവം നൽകിയിരിക്കുന്ന ഒരു നിയോഗം നിങ്ങൾ സാർത്ഥകമായി പൂർത്തീകരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ എത്രയോ തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരുമെന്ന് നിങ്ങൾ അറിയണം. ജോസഫ് നമ്മളെ വീണ്ടും ആശ്വസിപ്പിക്കുന്ന അങ്ങനെയാണ്. അയാൾക്ക് ദൈവം കൊടുത്ത ഒരു നിയോഗമാണ്. അത്രയൊന്നും അറിയപ്പെടാതെ അയാളത് നിർവഹിച്ച് തീർക്കുന്നുണ്ട്. നമ്മുടെ വീട്ടകങ്ങളിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകളെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക, സ്നേഹപൂർവ്വം കൊണ്ടു നടക്കുക. നമ്മൾ ഈ ദിവസം സംസാരിച്ചത് മുഴുവൻ ഒരു സാധാരണക്കാരായ മനുഷ്യനെ കുറിച്ചാണ്. എന്നാൽ അയാളുടെ ജീവിതത്തിലെ സാമാന്യ സംഭവങ്ങളോട്, പരിചിതമായ ഇടങ്ങളോട് അയാൾ അസാമാന്യമായി പ്രതികരിക്കുന്നതിൻ്റെ ലാവണ്യമാണ് നമ്മൾ ഓർത്തെടുത്തത് മുഴുവൻ. തികച്ചും വികാരപരമായി സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ, പ്രതികരിക്കേണ്ടി വരുന്ന നിമിഷങ്ങളിൽ ദൈവാലോചനയുടെ മൗനം കൊണ്ട് ആരെയും വിധിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ ആ രംഗം ഏറ്റവും നന്നായി അയാൾ ജീവിച്ചു തീർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്കും താല്പര്യങ്ങൾക്കും കാമനകൾക്കും അതീതമായി ദൈവത്തിന് നമ്മളെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവിൻ്റെ ഇടം ഇനിയുള്ള ദിവസങ്ങളിൽ സൃഷ്ടിക്കുവാൻ ജോസഫ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ സ്നേഹപൂർവം ദൈവം നമുക്ക് ഭരമേൽപ്പിച്ചിട്ടുള്ളതിനെ ഏറ്റവും നന്നായി ശുശ്രൂഷിക്കാനും പരിചരിക്കുവാനും പൊന്നുപോലെ നോക്കാനും ജോസഫ് നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഈ മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളെ കുറേ കൂടി പ്രകാശമുള്ളതാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവാൻ ദൈവമേ, നിൻ്റെ കൃപയാലും കരുണയാലുമാകുന്നു ഞങ്ങൾ പരിപാലിക്കപ്പെടുന്നത്. ഞങ്ങളുടെ സ്വന്തം ശക്തിയിലോ വിവേകത്തിലോ ഞങ്ങൾ ആശ്രയിക്കുന്നില്ല. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആലോചനകളെ നയിക്കണമേ. നിൻ്റെ തിരുവിഷ്ടം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ. ഈ പുതിയ സംവത്സരത്തെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ തിരുനാമഹത്വത്തിന് ഉചിതമാവണ്ണം ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. നിൻ്റെ ജയമുള്ള സ്ലീവായാൽ സകല അനർത്ഥങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ദൂരസ്ഥരായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. സമീപസ്ഥരെ ചേർത്ത് വരുത്തണമേ. ഞങ്ങളുടെ രോഗികളായിരിക്കുന്നവരെ സുഖപ്പെടുത്തണമേ. ക്ലേശിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ ആത്മാവിലും ജ്ഞാനത്തിലും ദൈവകൃപയിലും വളർത്തണമേ.
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗീയ ഇമ്പങ്ങളിൽ പാർപ്പിക്കണമേ. ദൈവമാതാവായ കന്യമർത്തമറിയാം അമ്മയുടെയും മാർത്തോമാ ശ്ലീഹായുടെയും മാർ ഗീവർഗീസ് സഹദായുടെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദിവനാസിയസിൻ്റെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.